സാർ ഞാൻ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് 2-ാം തീയതി ഞാനും എന്റെ കുടുംബം എറണാകുളത്ത് ഒരു മാത്സ് എക്സിബിഷന് പോയിക്കായിരുന്നു. ഒരു എക്സിബിഷന് അധ്യാപകനായ ജോർജ് കുട്ടി പോകുന്നത് സമ്മതിച്ചു, അതിന് കുടുംബത്തെ കൂടെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? അത് സാറിന് എന്നെ വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. പഠന കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകനാണ് ഞാൻ. അതുകൊണ്ട് ഇതുപോലുള്ള അറിവ് പ്രദാനം ചെയ്ത പരിപാടികളിൽ എന്റെ കുടുംബം പങ്കെടുക്കണമെന്ന നിർബന്ധം എനിക്കുണ്ട്. കാരണം ഓരോ ചെറിയ അറിവും വലുതാണ്. ശരി, ഓഗസ്റ്റ് 2-ാം തീയതി നിങ്ങൾ എറണാകുളത്ത് പോയപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയ ബസ് കണ്ടക്ടറും ഹോട്ടൽ മുതലാളി നിങ്ങൾ ഇത്ര കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നതിൽ ഒരു അസ്വാഭാവികത ഇല്ലേ മിസ്റ്റർ ജോർജ് കുട്ടി? ഒരിക്കലും ഇല്ല സാർ. ഇൻ സയൻസ് ഇറ്റ് ഈസ് കോൾഡ് ഹ്യൂമൻ പ്രൈമറി മെമ്മറി ഫിക്സ്ചർ. ഒരു ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിൽ അവൻ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിന് തൊട്ട് താഴെയുള്ള ബ്ലാക്ക് സ്പോട്ടിൽ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഓർമ്മകൾ അവന്റെ ശരീരത്തിൽ 416 മണിക്കൂറോളം നിലനിൽക്കും. വ്യക്തമായി പറഞ്ഞാൽ 21 ദിവസങ്ങൾ. സോ അവർ പറഞ്ഞത് തീർത്തും സ്വാഭാവികമാണ്. ഇനി കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കരുത് സാർ. അവസാനമായി ഞാനൊരു കഥ പറയാം. ഒരു ദിവസം എന്റെ ക്ലാസ്സിൽ ഞാൻ സമാധാനമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ക്ഷണിക്കപ്പെടാത്ത ഒരു വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് വൈകി വന്നത്. ആ വിദ്യാർത്ഥിയെ ഇനി ഒരിക്കലും വൈകി വരാത്ത പോലെ ഞാൻ മടക്കി അയച്ചു. ആ വിദ്യാർത്ഥിയെ സ്കൂളിലേക്ക് കറക്റ്റ് സമയത്ത് വിടാത്തത് ആ രക്ഷിതാക്കളുടെ കുറ്റമായിരുന്നു, എന്റെ കുറ്റമല്ല സാർ.